ഭയ്യയുടെ മുന്നിൽ വെച്ച് നീ എന്നെ ഒറ്റപ്പെടുത്തി. എന്റെ മമ്മി, ഇതൊക്കെ ഒരു നമ്പർ അല്ലേ? ആ, കീർത്തിയെ ഒഴിവാക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടത്തില്ല. അവളുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. നിയമപരമായി തന്നെ ഞങ്ങളുടെ ഡിവോഴ്സ് നടക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. സത്യം, ഞാനത് നടത്തിയിരിക്കും. ശരിയാവില്ല. കണ്ടോ കണ്ടോ എന്താണ് എന്ത് കണ്ടോന്നാടി നീ ചോദിക്കുന്നേ? എന്റെ അമ്മയെ അച്ഛ, ഏട്ടന്റെ ആ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ജോലി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കാന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് പണിയൊക്കെ ഉള്ളപ്പോ ഞാനും ഇങ്ങനായിരുന്നു. ഇപ്പൊ പിന്നെ അച്ഛൻ ഫുൾ ടൈം റെസ്റ്റ് ആണല്ലോ. അതെ, എനിക്ക് കാര്യം മനസ്സിലായി. ഇത് ഇങ്ങനെ പോലെ റെസ്റ്റ് എടുക്കൊന്നുമല്ല. ധ്വനി ഫോൺ വിളിച്ച് ഡ്യുവറ്റ് ഒക്കെ പാടിയപ്പോ അവർക്ക് പരസ്പരം കാണണമെന്ന് തോന്നി. എങ്ങോട്ടാ പോകുന്നേന്ന് പോലും പറയാതെ ഇവ മുങ്ങി. അവളെ കണ്ടിട്ട് വന്നിട്ട് പിന്നെ അവളെ ഓർത്തിരിക്കുക. അതാണ് പോയിന്റ്. ഏട്ടനൊരു കാമുകനായി മാറിക്കഴിഞ്ഞു. ഉടനെ തന്നെ രണ്ടിനും പിടിച്ച് കെട്ടിക്കണം. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ മകൻ ഇത്രക്ക് ചീപ്പാണോ? ഒരു ചെറുപ്പക്കാരന് ജീവിതത്തിൽ കല്യാണത്തെക്കാൾ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിനു പകരം ഒരുമാതിരി ഇവനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. കല്യാണം അത്ര ചീപ്പാണെങ്കിൽ പിന്നെ അമ്മ എന്തിനാ അച്ഛൻ കല്യാണം കഴിച്ചേ? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ, ഈ ചോദ്യം കഴിഞ്ഞ 10-30 കൊല്ലായിട്ട് ഞാൻ ഇങ്ങനോട് ചോദിച്ചോണ്ടിരിക്കുക. എന്തിനാ കല്യാണം കഴിച്ച എന്റെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കിയെന്ന്. ശരിയാവില്ല. വാ, ഇപ്പൊ തന്നെ ഇവന്റെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക്. അത് വേണോ? നോക്കി നിൽക്കുന്ന വാ മനുഷ്യ. എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നം ഒന്നുമില്ല. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വഴിയുമായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എടാ മോനെ, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാടാ. അല്ല, എന്റെ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? ഏട്ടന് അഡ്രസ് മാത്രം തന്നാ മതി, എല്ലാം ഞങ്ങൾ സെറ്റാക്കാം. അതിന് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ഇതിന് കാശൊന്നും ഒരു പ്രശ്നമല്ല. ഈ മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണെടാ പ്രധാനം. മനസ്സുകൾ തമ്മിലുള്ള ഐക്യം? നമുക്ക് വളരെ ലളിതമായിട്ട് ഈ ചടങ്ങ് അങ്ങ് നടത്താം. ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരു രക്തഹാരം ഇങ്ങോട്ട്. രക്തഹാരോ? അതിനിപ്പോ പുഷ്പഹാരായാലും മതി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മാല ഇടാനൊന്നും ആ മാനേജർ സമ്മതിക്കില്ല. മാനേജരോ? എടാ, ഞങ്ങള് ധോനിയുടെ വീട്ടിൽ പോയി നിങ്ങളുടെ കല്യാണക്കാരി സംസാരിക്കുന്ന കാര്യമാ പറഞ്ഞേ. ധോനി ചേച്ചിയുടെ അച്ഛൻ വല്ല മാനേജരും ആയിരിക്കും. അദ്ദേഹം സമ്മതിക്കില്ല എന്നായിരിക്കും ഏട്ടൻ ഉദ്ദേശിച്ചത്. ഓ, അപ്പൊ അതാണ് കാര്യം. ഞാനിവിടെ ധ്വനിയെ ആലോചിച്ച് വിരഹ ദുഃഖത്തോടെ ഇരിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതിയത്? അല്ലേ? അല്ല. അച്ഛന്റെ കേസുകൾ നടത്താനേ ഈ വീട് ബാങ്കിൽ കൊണ്ടേ പണയം വെച്ചത് ഓർമ്മയുണ്ടോ? അല്ല, അതൊക്കെ പഴയ കഥയല്ലേടാ അല്ലേ? പണയം വെച്ചത് പഴയ കഥ. മാസാമാസം പലിശ അടച്ചുകൊണ്ടിരിക്കുന്നത് തുടർക്കഥ. പെൻഡിംഗ് ആയ 4 മാസത്തെ പലിശ അടയ്ക്കാൻ ബാങ്ക് മാനേജർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് നാളെ. അത് ഓർത്ത് മനുഷ്യന് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു കല്യാണം. അത് ഒരു വാല് പോയ ഐറ്റത്തിന്. ഇവിടെ വിഷം അടിക്കാൻ കാച്ചലായിട്ടിരിക്കുക. അപ്പോഴാ കല്യാണം. അല്ലെങ്കിലും അവൻ എന്റെ മോന. കല്യാണം
മനുഷ്യന്റെ ലക്ഷ്യബോധത്തിന് വിലങ്ങേടിയാവുന്ന മയക്കുമരുന്നാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ആ